ചെങ്ങന്നൂർ നഗരസഭ 6-ാം വാർഡിൽ റോഡിൽ വർഷങ്ങളായി സംരക്ഷണവേലിയില്ലാത്ത ട്രാൻസ്ഫോമറിന് സംരക്ഷണവേലിയായി. V1 ചാനലിൽ വന്ന വാർത്തകളെ തുടർന്നാണ് അധികൃതരുടെ കണ്ണു തുറക്കാനിടയായത്. ഇറപ്പുഴ ചൂരക്കാട്ടുകടവ് വായനശാല റോഡിൽ മുളയ്ക്കപ്പടിയിലാണ് അപകടകരമായ രീതിയിൽ ട്രാൻസ്ഫോമർ സ്ഥിതി ചെയ്തിരുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് യാത്രക്കാർ സഞ്ചരിക്കുന്ന റോഡാണിത്. നിരവധി തവണ കല്ലിശ്ശേരി സബ് സ്റ്റേഷനിൽ പരാതി നൽകിയതിന്റെയും വാർത്തകളുടെയും അടിസ്ഥാനത്തിലാണ് ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന ട്രാൻസ്ഫോമറിന് സംരക്ഷണവേലി സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ അധികാരികൾ കൈക്കൊണ്ടതെന്ന് 6-ാം വാർഡ് കൗൺസിലർ എബ്രഹാം ജോസ് പറഞ്ഞു. വാർത്താ മാധ്യമങ്ങളിൽ കൂടെയും ദൃശ്യമാധ്യമങ്ങളിൽ കൂടെയും ഞങ്ങൾ വാർത്തകൾ കൊടുക്കുകയുണ്ടായി. ആ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഇത് വലിയൊരു വാർത്തയായി മാറുകയും ബന്ധപ്പെട്ട അധികാരികളുടെ ഇടയിൽ ഇത് ചർച്ചാ വിഷയമായതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ജനുവരി മാസം 27-ാം തീയതി ഇത് വലിയൊരു വാർത്തയായി പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിനുശേഷം ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് വരികയും ഈ മാസം മാർച്ച് മാസം 19-ാം തീയതി അവിടെ സുരക്ഷാ വേലി ബോക്സ് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ജനങ്ങൾക്ക് വളരെ ആശ്വാസകരവും ഒരു അപകട ഭീതി ഒഴിവാകുകയും ചെയ്തിരിക്കുകയാണ്. ഇത് ചെയ്തു തന്ന KSCB-യോട് വളരെ നന്ദിയുണ്ട്. അതുപോലെ ഈ വിഷയങ്ങളിൽ നാട്ടുകാര് കൂടെ നിൽക്കുകയും സഹകരിക്കുകയും ചെയ്തതിലും നാട്ടുകാരോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. ചെങ്ങന്നൂർ നഗരസഭയിലെ 6-ാം വാർഡ് മംഗലം സൗത്ത് ട്രാൻസ്ഫോമർ കല്ലിശ്ശേരി KSCB സെക്ഷൻ പരിധിയിലുള്ളതാണ്. ഇത് ഓപ്പൺ ട്രാൻസ്ഫോമർ ആയിരുന്നു. മഴക്കാലങ്ങളിൽ കാടുപിടിച്ചു കിടക്കുകയും രാത്രികാലങ്ങളിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഫ്യൂസ് ഊരിമാറ്റുമായിരുന്നു. ജനങ്ങളുടെയും വാർഡംഗങ്ങളുടെയും നിരന്തരം പരാതി KSCB-യിൽ കൊടുക്കുകയും പരാതിയെ തുടർന്നുള്ള വാർത്തയുടെ അടിസ്ഥാനത്തിൽ ട്രാൻസ്ഫോമറിൽ അപകടരഹിത വേലി സ്ഥാപിക്കുകയും ഈ നാടിനെ ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് ഒഴിവാക്കിയതിൽ കല്ലിശ്ശേരി KSCB-ക്കും വാർത്താ ചാനലുകൾക്കും നന്ദി അറിയിക്കുന്നുവെന്നും നഗരസഭാ കൗൺസിലർ എബ്രഹാം ജോസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.